നമസ്കാരം, ഋഷിപുക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് യോഗശാസ്ത്രത്തിലെ മുദ്രാ വിഭാഗത്തിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഏതാണ്ട് മുദ്രകൾ, അറിയാവുന്ന മുദ്രകളെ കുറിച്ചെല്ലാം പ്രത്യേകം വീഡിയോകൾ ചെയ്തിരുന്നു. അത് പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഹസ്തമുദ്രകളിലൂടെ നമുക്ക് ഏത് രോഗത്തെയും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. രോഗത്തിൽ നിന്ന് ആശ്വാസം നേടാനും ശാരീരികമായി ബുദ്ധിമുട്ടുകളില്ലാതെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും മുദ്രകൾ നമുക്ക് വളരെ അനായാസം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേക സമയം മാറ്റിവെക്കണമെന്ന് പോലുമില്ല. TV കാണുന്ന സമയത്തും നമ്മുടെ വിശ്രമ വേളകളിലും ഒക്കെ നമുക്ക് മുദ്രകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തെ ആരോഗ്യപൂർണ്ണമാക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള മുദ്രകൾ ചെയ്തു. അതിനുശേഷം ഓരോ രോഗത്തിനും പ്രതിരോധിക്കാനായിട്ട് മുദ്രകളുടെ കോമ്പിനേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാനും വീഡിയോകളും കൂടി ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് രണ്ട് മുദ്രകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ കാലത്തിന്റെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കേരളത്തിലെ ചൂട് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് താങ്ങാവുന്നതിൽ അപ്പുറത്തേക്ക് ചൂട് മാറുന്ന അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. പലരും രാത്രി ഉറക്കം പോലും ഇല്ലാതെ ചൂടിന്റെ കാഠിന്യം മൂലം ബുദ്ധിമുട്ടുകയാണ്. പകൽ സമയങ്ങളിൽ വെളിയിലേക്ക് ഇറങ്ങിയാൽ പൊള്ളുന്ന അവസ്ഥയാണ്. അതിൽ നിന്നെല്ലാം ശരീരത്തെ രക്ഷിക്കാൻ, ശരീരത്തിന്റെ താപനില ക്രമപ്പെടുത്താനും ശരീരത്തെ അമിതമായിട്ടുള്ള ഉഷ്ണത്തിൽ നിന്ന് രക്ഷ നേടാനും നമുക്ക് യോഗശാസ്ത്രത്തിലെ മുദ്രാ വിഭാഗത്തിലൂടെ സാധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ഹീറ്റ് കുറയ്ക്കുവാനും അതുവഴി നമുക്ക് ഈ ചൂടിനെ പ്രതിരോധിക്കാനും ഈ മുദ്രകൾ വഴി കഴിയും. അതിന് പ്രയോജനപ്രദമായിട്ട് രണ്ട് മുദ്രകളുണ്ട്. നമുക്ക് ആ മുദ്രകളെ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കുവാനുള്ള, ഈ ചൂട് കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള മുദ്രകൾ ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടാം. രണ്ട് മുദ്രകൾ സ്ഥിരമായിട്ട് ചെയ്താൽ നമ്മുടെ ശരീരത്തെ ചൂട് കുറയുന്നതാണ്. ഇന്നത്തെ കാലത്തിനനുസരിച്ച് ചൂടിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കുന്നതാണ്. ആ മുദ്രകളെ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഒന്ന് വരുണമുദ്രയാണ്, രണ്ടാമത് അപാനമുദ്രയാണ്. ഈ രണ്ട് മുദ്രയും സ്ഥിരമായിട്ട് സംയോജിപ്പിച്ച് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചൂടിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കും. വരുണമുദ്രയും അപാനമുദ്രയും പ്രത്യേകം ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. വിശദമായിട്ട് ആ മുദ്രകളെ കുറിച്ച് അറിയണമെങ്കിൽ ആ വീഡിയോകൾ പ്രത്യേകമായിട്ട് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് നൽകുന്നതാണ്. എന്റെ സ്ക്രീനിലും ലിങ്ക് നൽകുന്നതാണ്. ഇന്ന് നമുക്ക് ആ മുദ്രകളെ പൊതുവായിട്ടൊന്ന് പരിചയപ്പെടാം. പ്രാധാന്യത്തെ ഒന്നും വിശദീകരിക്കുന്നില്ല, പ്രയോജനങ്ങളെയും വിശദീകരിക്കുന്നില്ല. ചൂടിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് വരുണമുദ്രയും അപാനമുദ്രയും പരിചയപ്പെടാം. ആദ്യം നമുക്ക് വരുണമുദ്രയെ പരിചയപ്പെടാം. വരുണൻ ജലത്തിന്റെ ദേവതയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീര ഊഷ്മാവിനെ കുറയ്ക്കാൻ അത് സഹായിക്കും. വരുണമുദ്ര ചെയ്യുന്ന വിധം നമുക്കൊന്ന് നോക്കാം. തള്ളവിരലും ചെറുവിരലും ഉപയോഗിച്ചാണ് വരുണമുദ്ര ചെയ്യുന്നത്. ചെറുവിരലിനെ തള്ളവിരൽ കൊണ്ട് മടക്കി പിടിക്കുകയാണ് വരുണമുദ്രയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്. വളരെ നിസ്സാരമായിട്ട് ചെയ്യാം. വരുണമുദ്ര ചെയ്യേണ്ടത് ചെറുവിരലിനെ തള്ളവിരൽ കൊണ്ട് ഇപ്രകാരം മടക്കി പിടിക്കുക. രണ്ട് കൈയും ഇതേപോലെ ചെറുവിരലിനെ തള്ളവിരൽ കൊണ്ട് മടക്കി പിടിക്കുക. ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ, ഈ മൂന്ന് വിരലുകൾ ഇപ്രകാരം നിവർത്തി പിടിക്കുക. ഇങ്ങനെയാണ് വരുണമുദ്ര ചെയ്യേണ്ടത്. ഈ വരുണമുദ്ര നിത്യം 15 മിനിറ്റെങ്കിലും കുറഞ്ഞ പക്ഷം ചെയ്യുക. അതോടൊപ്പം അപാനമുദ്രയും ചെയ്യുക വഴി നിങ്ങളുടെ ശരീരത്തിലെ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. വരുണമുദ്ര ഇപ്രകാരം 15 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം അപാനമുദ്ര ചെയ്യുക. നമുക്കിനി അപാനമുദ്രയും കൂടി ഒന്ന് പരിചയപ്പെടാം. അപാനമുദ്ര ചെയ്യേണ്ട വിധം 3 വിരലുകൾ ഒന്നിച്ചു പിടിക്കുകയാണ്. അതായത് തള്ളവിരൽ, മോതിരവിരൽ, നടുവിരൽ, ഈ 3 വിരലുകൾ ഒന്നിച്ചു പിടിക്കുക. ചൂണ്ടുവിരലും ചെറുവിരലും നിവർത്തി പിടിക്കുക. തള്ളവിരൽ, മോതിരവിരൽ, നടുവിരൽ, ഈ 3 വിരലുകളുടെ അഗ്രങ്ങൾ തമ്മിൽ ചേർത്ത് പിടിക്കുക. ചൂണ്ടുവിരലും ചെറുവിരലും ഇതേപോലെ നിവർത്തി പിടിക്കുക. ഇപ്രകാരമാണ് അപാനമുദ്ര ചെയ്യേണ്ടത്. പഞ്ചപ്രാണനാണ്, 5 പ്രാണനാണ്. അതിൽ അപാന പ്രാണന് പ്രയോജനം ചെയ്യുന്ന മുദ്രയാണ് അപാനമുദ്ര. വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രയാണ് അപാനമുദ്ര. വരുണമുദ്ര ചെയ്തതിനു ശേഷം ഈ അപാനമുദ്രയും കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിന്ന്, ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. അപാനമുദ്രയും കുറഞ്ഞത് 15 മിനിറ്റ് എങ്കിലും ചെയ്യുക. 15 മിനിറ്റ് വരുണമുദ്ര, 15 മിനിറ്റ് അപാനമുദ്ര. ഇപ്രകാരം ഒരു ദിവസം 30 മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ചൂടിൽ നിന്ന് രക്ഷ നേടാം. TV കാണാനിരിക്കുന്ന സമയത്തും വിശ്രമിക്കുന്ന സമയത്തുമൊക്കെ ഇപ്രകാരം ഈ മുദ്രയെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുദ്രകൾ ചെയ്യുമ്പോൾ സംഗീതം ആസ്വദിച്ചുകൊണ്ട് ധ്യാനനിബദ്ധമായിട്ട് ഇരുന്ന് മുദ്ര ചെയ്യുകയാണെങ്കിൽ അതിന് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. പാട്ട് കേട്ടുകൊണ്ടും
TV കണ്ടുകൊണ്ടും ഒക്കെ നമുക്ക് ചെയ്യാം. ഇരുന്നുകൊണ്ടുള്ള യോഗാസനത്തിൽ ഏതെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നുകൊണ്ടും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമാണ് എന്നർത്ഥം. എന്നാലും അതിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ കസേരയിൽ ഇരുന്നു കൊണ്ടും ഈ മുദ്ര ചെയ്യാം. ഇനി കിടന്നുകൊണ്ട് പോലും ഈ മുദ്രയെ ചെയ്യാം. അപാന മുദ്ര, ഇപ്രകാരം അപാന മുദ്രയെ 15 മിനിറ്റ് എങ്കിലും ചെയ്യുക. അതുകൂടാതെ വരുണ മുദ്രയെ ഇപ്രകാരം 15 മിനിറ്റ് എങ്കിലും ചെയ്യുക. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മെനക്കെടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചൂട് കാലാവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇനിയും ഇതുപോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും മറ്റുമുള്ള മുദ്രകളെ പ്രയോജനപ്പെടുത്തുന്ന വീഡിയോകളുമായി വീണ്ടും കാണാം. നിരവധിയായിട്ടുള്ള പ്രേക്ഷകർ മുദ്രകളെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകളും ഇനി പലപ്പോഴും ഒക്കെ നമുക്ക് ചെയ്യാം എന്നുകൂടി ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.